നമ്മൾ പുറത്ത് പോയേക്കുമായിരുന്നു. പുറത്ത് പോയിട്ട് വന്നപ്പോൾ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇത് കരയണ സൗണ്ട് കേട്ടോ നോക്കിയപ്പോഴാണ് ഒരു സഞ്ചിയിൽ ഇതിനെ കൊണ്ടിട്ടേക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഉള്ളിൽ ഇത് കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക, കിടന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിനെ കൊണ്ട് ആരും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. നമ്മൾ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് കൊണ്ടുവന്നിട്ടാണ്. നമ്മുടെ വീട്ടിൽ കുറേ ഡോഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ മിക്കവരും എപ്പോഴും ഉപേക്ഷിക്കാറുണ്ട്. ഡോഗ്സിനെയും ക്യാറ്റ്സിനെയൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടാറുണ്ട്. ഇപ്പം ആദ്യമായിട്ടാണ് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ അത്ര ഉയരത്തിൽ നിന്ന് ഈ ഒരു ചാക്കിൽ താഴെയിട്ടെന്ന് പറയുമ്പോൾ അത് ഇത്രയും ചെറിയൊരു പപ്പി ഭയങ്കര അതിന് എന്തുമാത്രം നമ്മൾ വന്നപ്പോൾ കരഞ്ഞോണ്ടിരിക്കുക. നമ്മൾ പുറത്ത് പോയേക്കുമായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കരച്ചിൽ കേട്ട് ഓടി വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുക. ആളിങ്ങനെ പുറത്തോട്ട് വരാൻ വേണ്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു. മൈക്ക് വന്ന് നോക്കുന്നുണ്ട്, ആരെ എന്താന്നൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് പോയി. നല്ല ദാഹമുണ്ട്. നമ്മൾ കുറച്ച് പാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ആർത്തിയോടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം. ഇതൊരു ഫീമെയിൽ പപ്പിയാണ്. നമ്മുടെ വീട്ടിൽ 11 ഡോഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ അഡോപ്ഷന് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇതിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് തരാം. ഒരുപാട് ആളുകൾ ഇപ്പം ബ്രീഡ് ഡോഗ്സിനെയൊക്കെ വാങ്ങിയിട്ട് അവർക്ക് വളർത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വളർത്താവോ, കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ മോസ്റ്റ്ലി റെസ്ക്യൂ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ പറയും വേണ്ട, താല്പര്യമില്ല എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഈ കുഞ്ഞു പപ്പീസിൻ്റെ കാര്യവും പലരും പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരട്ടെ, 3 സുന്ദരന്മാരുണ്ട്, സുന്ദരികളുണ്ട്, കൊണ്ടുവരട്ടെ എന്നൊക്കെ പലരും വന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പറയും താല്പര്യമില്ല, വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുണ്ടാവും, രാത്രി കൊണ്ടുവന്ന് ഇവർ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇവനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവൻ എവിടുന്നാ വന്നേ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഒന്ന് കുളിപ്പിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കി ബാക്കി. അപ്പം ഇതിൻ്റെ വേറെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിലൊക്കെ വരാം. അതെ വിക്കൂട്ടൻ ഇവിടെ നോക്കിയിരിക്കുകയാണ്. കളർ സെയിം ആയതുകൊണ്ട് രണ്ടുപേരും കൂട്ടായി.